ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നറിയുന്നു. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കും. 474 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായെന്നും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെയായിരുന്നു ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെ നിലപാട്. അത് ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കൊന്നും മറയ്ക്കാനും വിളിക്കാനും ഇല്ലാത്തതുകൊണ്ടാണ്. പുതിയ സ്പെഷ്യൽ ടീം വന്നിരിക്കുന്നു, നല്ല അന്വേഷണം നടക്കും. അതിൻ്റെ ഭാഗമായി എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഒരാളെയും ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സമിതി കണ്ടെത്തുന്ന ഒരാളെയും സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ വേരുകളുമായി നന്ദുഷ ചേരുന്നുണ്ട്. നന്ദുഷ, പരിശോധന ആരംഭിച്ചിരിക്കുന്നു. അതേസമയം തന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നതിനെ കുറിച്ച് ദേവസ്വം പ്രസിഡന്റ് രാവിലെ വിശദീകരിക്കുകയും ചെയ്തു. ആരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത് എന്നതിലൊക്കെ കൃത്യമായ തെളിവുകളും വിജിലൻസിന് ലഭ്യമായിട്ടുണ്ട്. പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളും. ധന്യ, ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ അതിന്റെ വിശ്വാസികളുടെ ഭക്തരുടെ അല്ലെങ്കിൽ എല്ലാവരുടെയും വിശ്വാസത്തിൽ തന്നെ കരുനില ഏൽപ്പിച്ച ഒരു സംഭവമായിരുന്നു സ്വർണ്ണപ്പാളി വിവാദം. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എടുത്ത ഏറ്റവും ധീരമായ നടപടികളിൽ ഒന്നാണ് ഇപ്പോൾ ശബരിമലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പരിശോധന. ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ശബരിമലയിലെ സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. 11 മണിയോടുകൂടിയാണ് സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധന ആരംഭിച്ചത്. ഈ പരിശോധനയിൽ ദേവസ്വം തിരുവാഭരണ കമ്മീഷണറും അതോടൊപ്പം ശബരിമലയുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരും ഈ പരിശോധനയുടെ ഭാഗമാവുന്നുണ്ട്. ദേവസ്വം മാസ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന സ്വത്ത് വകകൾ നിലവിൽ സ്ട്രോങ് റൂമിലുള്ള വസ്തുവകകളുമായി ഒത്തുനോക്കുന്നുണ്ട്. അതാണ് ഏറ്റവും നിർണായകമായ ഒരു ദൗത്യം. അതിലേതെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മഹസറിലുള്ള വസ്തുക്കളിൽ ഏതെങ്കിലും ഒരെണ്ണം സ്ട്രോങ് റൂമിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. കാരണം പുറത്തുള്ള വസ്തുക്കൾ പോലും ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അകത്തുള്ളത് എന്തായിരിക്കും അവസ്ഥയെന്ന് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. സന്നിധാനത്ത് മാത്രമല്ല, തിരിച്ചിറങ്ങുമ്പോൾ പമ്പയിലും പരിശോധന നടക്കുന്നുണ്ട്. അവിടെ സൂക്ഷിച്ചിരിക്കുന്ന അവിടെ ലോക്കറിലുള്ള സാധനങ്ങളിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ്, ഏതാണ്ട് 2019 മുതലുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ എത്രത്തോളം ആകാംക്ഷയോടെ ഇല്ലെങ്കിൽ എത്രത്തോളം ഭയത്തോടെയായിരിക്കും ആ സമയത്ത് ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കുന്നത് എന്നതുകൂടി ചിന്തിക്കേണ്ട സമയമല്ലേ? തീർച്ചയായും തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് അല്പം മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നടത്തിയത്. കാരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലത്തല്ലെങ്കിൽ പോലും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കാലാകാലങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകളുമായും ദേവസ്വം ബോർഡിന്റെ നേതൃത്വവുമായും അടുത്ത ബന്ധമുണ്ടെന്ന് PS പ്രശാന്ത് പറയുന്നു. ആ ബന്ധം തന്നെയാണ് അദ്ദേഹം മുതലെടുക്കുകയും പിന്നീട് അതിന്റെ പേരിൽ ക്രമക്കേടുകൾ വരെ നടത്താനുണ്ടായ ഒരു സാഹചര്യത്തിനിടയാക്കിയതും. ആ ബന്ധത്തിലൂടെയാണ് അദ്ദേഹം ശബരിമല സന്നിധാനത്തെ വസ്തുവകകളിലേക്ക് നുഴഞ്ഞു കയറിയതെന്നും പറയാതെ പറഞ്ഞു വെക്കുകയാണ് PS പ്രശാന്ത്. അതോടൊപ്പം തന്നെ ശബരിമലയിൽ നടക്കുന്ന എല്ലാ അന്വേഷണത്തിലും നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പൂർണ്ണമായി സഹകരിക്കുമെന്നും കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തണമെന്നും കർശന നടപടിക്ക് വിധേയരാക്കണമെന്നുമാണ് PS പ്രശാന്തിന്റെ അല്പം മുമ്പ് നടത്തിയ പ്രതികരണത്തിലൂടെ പറയുന്നത്. എങ്കിൽ പോലും നടന്ന വീഴ്ചകൾ ഒന്നും തന്നെ മറച്ചുവെക്കാനോ അല്ലെങ്കിൽ കുറ്റക്കാർക്ക് അനുകൂലമായ നടപടിയെടുക്കുന്ന നിലപാടുകൾ സ്വീകരിക്കാനോ ദേവസ്വം ബോർഡ് തയ്യാറാകില്ല എന്നുള്ള ഒരു ഉറപ്പുകൂടി അല്പം മുമ്പ് നടത്തിയ മാധ്യമ പ്രതികരണത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണ് എന്ന് തുറന്നു പറയുകയാണ് മുൻപ് നടത്തിയ പ്രതികരണത്തിൽ PS പ്രശാന്ത് ചെയ്ത ഏറ്റവും വലിയ കാര്യം. അത്തരത്തിലൊരു സ്ട്രോങ് ആയ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അത്തരത്തിൽ വ്യക്തമായ ഒരു പ്രതികരണം അതിനു മുൻപ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പലപ്പോഴായി ഉണ്ണികൃഷ്ണൻ പോറ്റി വിമർശിച്ചെങ്കിൽ പോലും തുറന്നു പറയുക അല്ലെങ്കിൽ ഒരു കള്ളനാണ്, ഇത്രയും നാൾ സന്നിധാനത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ദേവസ്വം പ്രസിഡന്റ് തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.